പ്രസന്നെ ആ പ്രസന്നാണ്. ആരാണ്? എന്താണ്? പ്രധാനപ്പെട്ട വാർത്തയോ? യോ നില്ല, പേന എടുത്തോട്ട് ഒരു മിനിറ്റ്. ആ എടുത്തെടുത്ത് പെട്ടെന്ന് പറഞ്ഞോ. നിന്റെ കൂട്ടുകാരൻ കുട്ടായി അവന്റെ കല്യാണം എന്നടാ? 28-ാം തീയതി. അയ്യോ, എന്നിട്ടൊന്നും ഇല്ലേ? ഇതാണോ പ്രധാന വാർത്ത? എന്നെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അത് കാര്യം ഇത്രയും നാൾ അവന്റെ കല്യാണം മുടക്കി ഞാനാണ്. അവന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുന്നത്? വെച്ചിട്ട് പണം നാറി. രാവിലെ ഓരോ ഭ്രാന്തന്മാരെ വിളിച്ചോളും മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട്. അളിയോ ഇതെന്ന് അളിയോ അളിയനാ? അളിയനും മച്ചമ്പിയാക്കാൻ വീട്ടിൽ. ഇവിടെ ഞാൻ ഈ MD, നീ വേറെ ഒരു റിപ്പോർട്ടറുമാണ്. അതൊക്കെ എനിക്കറിയാം. എന്തോ അണിയാന്ന്? എടാ നിന്നെ പോലെ ഒരുത്തനെ ജോലിക്ക് എടുത്താണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അത് ശരി. അപ്പൊ ഞാൻ ഇല്ലാത്ത എന്നെ പോലെ ഒരുത്തനെ നിങ്ങൾ വേറെ ജോലിക്ക് വെച്ചല്ലേ? വിളിയാവനാ ഒന്നീ ഞാൻ അല്ലെങ്കിൽ ഒരെണ്ണം ഞായിട്ട് നിന്നെ പോലെ ഇവിടെ സഹിക്കാൻ പറ്റില്ല, പിന്നെ നീ വേറെ ഒരുത്തനെ. അത് ശരി. എടാ നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടാ? ആര് പറഞ്ഞു ഉത്തരവാദിത്തം ഇല്ലെന്ന്? അങ്ങനെ ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ടാണ് നാളെ പ്രിന്റ് ചെയ്യേണ്ട ന്യൂസ് മൊത്തം ഞാൻ എഴുതിക്കൊണ്ട് വന്നത്. കണ്ടാ? ആരെടുത്ത് വെച്ചിട്ട് എഴുതി? ഞാൻ സ്വന്തമായിട്ട് എഴുതിയാ? നോക്കട്ടെ. തൈര് കടഞ്ഞ സതീഷ് ആദരിക്ക് 38 വട. ഇതൊന്നോ ചായക്കട വട നടത്തി കൊടുക്കേ? അങ്ങനെയല്ല, തൈര് വെള്ള സതീഷ് ആദരാഞ്ജലി 38 വിട. അങ്ങനെയാണ്. അളിയനെ വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്. ആണ് വിദ്യാഭ്യാസമുള്ള വട ഇപ്പൊ കണ്ടല്ലേ? അതപ്പോ കണ്ട്. ഇങ്ങനെയാണെ നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും. അതിന് ഇവിടെ നിന്ന് നിനക്ക് മര്യാദക്കില്ല, നിന്നെ ഇവിടുന്ന് പുറത്താക്കും. എന്നെ പറഞ്ഞു വിട്ടോക്ക്. പറഞ്ഞു വിടും. എന്നെ പറഞ്ഞു വിട്ടാൽ നിങ്ങൾ അളിയും പട്ടിണിയാവും. അല്ല നീ ഇല്ലടാ എന്റെ അളിയെ. ഞാൻ പട്ടിണിയാവും. എനിക്ക് എങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കണം. എടാ നിനക്ക് ഞാൻ മര്യാദയ്ക്ക് മെനഞ്ഞാന്ന് നിന്നെ ഒരു സ്ഥലത്തെ ഫോട്ടോ എടുക്കാൻ വിട്ടിട്ട് നീ അവിടുന്ന് അടിയും കൊണ്ടല്ലടാ വന്നത്. നിങ്ങൾ കാരണമാണ് എനിക്ക് അടി കിട്ടിയത്. അത് കാര്യം നിങ്ങളല്ലേ പറഞ്ഞ ഫോട്ടോ എടുക്കാൻ നേരത്ത് സ്മൈൽ പ്ലീസ് എന്ന് പറയണമെന്ന്. ഞാൻ അത്രേ ചെയ്തോളൂ. എടാ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും മരണ വീട്ടിൽ ചെന്ന് മരിച്ചടക്കുന്ന ബന്ധുക്കാരോട് സ്മൈൽ പ്ലീസ് എന്ന് പറയടാ ഭ്രാന്താ. ഞാൻ ബന്ധുക്കളുടെ പറഞ്ഞോളൂ, ശവത്തിനോട് പറഞ്ഞില്ലല്ലോ. ശവത്തിനടുത്ത് നീ പറയണമായിരുന്നു. അപ്പൊ നിന്റെ ശവം അവരുടെ ചുമന്ന് ഇവിടെ കൊണ്ടുവന്നേനെ. അത് ശരിയാണ്. എടേ നാളത്തേക്ക് എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാ? ഇന്നൊരു കുപ്പി എടുത്ത് ഇന്ന് തന്നെ തികയില്ല, പിന്നെ നാളത്തേക്ക് മാറ്റി വെക്കണം. എടാ നീ കുടിക്കണ കാര്യമല്ല, പിന്നെ വാർത്തയ്ക്ക് എന്തുണ്ടെന്ന്. എന്റെ ഒരു അപ്പൂപ്പ ഉണ്ട്, നല്ല വാർത്തയ്ക്കാണ്. എന്ത് കാണിക്കണത്? ഇങ്ങനത്തെ ചളി കൗണ്ടറൊക്കെ ഈ പേപ്പർ ഇട്ടാണ് ഞാൻ തുടച്ചോളാം. ഈ പത്രം അതിനൊക്കെ കൊള്ളാവൂ. ഈ പത്രം അതിനൊക്കെ കൊള്ളാവൂ. അതെന്ത് വർത്താനോടത്? നമ്മളെ പത്രവും സവാളയും ഒരുപോലെയാണ്. കാണുമ്പോ പുറമെ നല്ല ഭംഗിയാണ്, പക്ഷെ പൊളിച്ചു നോക്കിയാ അതിനകത്തൊരു പുല്ലുമില്ല. നീ എന്റെ പത്രത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. കുറ്റം പറയും. ആദ്യം ഈ പത്രത്തിന്റെ അതാ പേരാദ്യം അങ്ങ് മാറ്റണം. എടാ ഇത് എന്റെ അച്ഛന്റെ പേരിൽ ഇട്ടേക്കുന്ന ഗോപി, അതിനെന്ത് കുഴപ്പം? ഈ പത്രത്തിന് ആരെങ്കിലും ഗോപി എന്ന് വരുമോ? ബീഡിക്കാണ് ഗോപി എന്നൊക്കെ ഇടേണ്ടത്. ഈ പത്രം എന്ന് പറഞ്ഞാൽ വായിക്കാനാണ്, അല്ല വലിക്കാനല്ല. നീ കൂടുതൽ എന്നെ വലിപ്പിക്കാതെ നാളത്തേക്ക് സിനിമാ ന്യൂസ് വല്ലതും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് വാ. അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോന്ന്? നമ്മളെ പൃഥ്വിരാജ് നായകനാവുന്ന, അല്ലല്ല നായകന്റെ ഓപ്പോസിറ്റ് ആവുന്ന വില്ലൻ. അതെ, അങ്ങനെ ഒരു പടം വരുന്നുണ്ട്. ഏതാ? സലാഡ്. സലാഡും അച്ചാറൊന്നും അല്ല, സലാഡാ. അത് വരുന്നുണ്ട്. സലാഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്ന് ഉച്ചക്ക് ഞാൻ അങ്ങ് വീട്ടിൽ പോകും കേട്ടോ. ഉണ്ണേ ഉച്ചയ്ക്ക് പോകാൻ പറ്റൂല, മധു വരും. ഏത് മധു? നിങ്ങളല്ലേ പറഞ്ഞ മധു വരാൻ? ഞാൻ ഇപ്പൊ പറഞ്ഞു. ഇന്നലെ രാവിലെ എന്റെ അടുത്ത് പറഞ്ഞു മധുവിന് ആവശ്യമുണ്ട് വരാൻ. അങ്ങനെ ഞാൻ വരാൻ പറഞ്ഞിട്ട് പുള്ളി എന്തായാലും ഉച്ചയ്ക്ക് വരും. മധുവിന് ആവശ്യമുണ്ട് വരണ്ടാടാ ഭ്രാന്ത. അങ്ങനെ അപ്പൊ മധു വരുമ്പോ ഞാൻ എന്ത് കിട്ടും? മധുവിന് ഒരു കാര്യം ചെയ്യും, നമ്മുടെ റബ്ബർ ഷീറ്റ് അടിക്കാൻ മിഷീനിലടാ. മധുവിന് അതി കയറ്റി 2 കറക്കിറക്കി പറഞ്ഞങ്ങ് വിടും. രാവിലെ എനിക്ക് ഇവിടെ 100 മണിയുണ്ട്, അതിന്റെ ഇടയ്ക്ക് മധുവിനെ കൊണ്ട് വന്നേക്കുന്നു. ചുമ്മാ അല്ല ഇവിടെ ഗതി പിടിക്കാതെ ഇങ്ങനെ കിടക്കണത്. അല്ല അല്ലേലും ഈ പത്രമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ലടേ. ഇന്നലത്തെ പത്രമാണ്, ഇത് കൊണ്ട് മുന്നോട്ട് പോയാൽ അടി ചെവിക്കൽ ഇറങ്ങാൻ കിട്ടും. അതല്ലെന്ന് പിന്നെ എടാ ഈ ഇപ്പൊ എല്ലാം ഓൺലൈൻ ആയില്ലടാ. ഓൺലൈൻ അല്ല, ഓൺലൈൻ. ഓ തിരുത്തൽവാദി. പണ്ടൊക്കെ എനിക്ക് ഭൂതത്തെ പേടിച്ചാ മതിയായിരുന്നു. ഇപ്പൊ ആരെയാണ് പേടി? ഇപ്പൊ എനിക്ക് ഭാവിയാണ് പേടി. നിങ്ങൾ എന്നിട്ട് വർത്താനത്തിന് ഒരു ഗുരു ഇല്ലല്ലോ. എന്റെ വർത്താനം കൊണ്ട് ഈ പ്രസ്സിങ് നടന്നു പോണ്. എടേ നിനക്ക് വല്ല ഉത്തരവാദിത്തം ഉണ്ടാ? ഉത്തരവാദിത്തം. എടാ നിനക്ക് പത്രം കണ്ടുപിടിച്ചാരാന്നറിയാമോ? എന്റെ സ്വന്തം അപ്പൂപ്പനാണ് കണ്ടുപിടിച്ചത്. നിന്റെ അപ്പൂപ്പനാ? പിന്നല്ലാതാ. അങ്ങനെ ശരിയാവും? അതറിഞ്ഞൂടെ? ഇല്ല. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അടിവസ്ത്രം ഇല്ലാത്ത കാലം, ആരും പുറത്തിറങ്ങൂല. അയ്യോ അടിയന്തരാവസ്ഥ കാലം. ആ കാലം അന്ന് പുള്ളി ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്നാലും ഒരു മനുഷ്യന്റെ അവസ്ഥയെ ഒരു പത്രം കണ്ടുപിടിച്ചതിന്റെ പേര് ജയിലിൽ പോയേക്കണം. പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലെ മുദ്രപത്രം കണ്ടുപിടിച്ച് മോട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജയിലിലാവൂലേ? മോട്ടിച്ചു കഴിഞ്ഞാൽ ജയിലിലാവൂലേന്നാ? കുടുംബമായിട്ട് നീയും നിന്റെ അപ്പൂപ്പനെ എല്ലാം കള്ളം പറയാം. എന്നിട്ട് ഈ അപ്പൂപ്പ എവിടെ ഇപ്പം? അപ്പൂപ്പൻ മരിച്ചുപോയി. അങ്ങനെ മരിച്ചു? ഒന്ന് മൂത്രം ഒഴിക്കാൻ വെളിയിറങ്ങി, അപ്പോഴും മരിച്ചുപോയി. ഒന്ന് മൂത്രം ഒഴിക്കാൻ വെളിയിറങ്ങി എങ്ങനെയാണ് മരിക്കണത്? പിന്നെ ഓടിക്കൊണ്ടിരിക്കാൻ ട്രെയിനിൽ മൂത്രം ഒഴിക്കാൻ വെളിയിറങ്ങി പിന്നെ മരിച്ചു പോകും. ആരെങ്കിലും മരിച്ചു പോകും. അതെ. ലുക്ക് മിസ്റ്റർ,
താങ്ക് യു അളിയ. ഇപ്പോഴെങ്കിലും ഒന്ന് സമ്മതിച്ചില്ല എന്തോന്ന്? ഞാൻ ലുക്കാണെന്ന്. അതല്ലെന്ന് പിന്നെ? എടാ വാർത്തകൾ എന്ന് പറഞ്ഞാൽ തീ പാറണം. എന്നിട്ട് വേണം നാട്ടുകാർ മണ്ണൊഴിച്ച് എന്നെ കത്തിക്കാൻ. നിങ്ങൾക്ക് എന്നെ കൊല്ലണം, എന്നെ കൊല്ലണം, അതാണ് നിങ്ങളുടെ ഉദ്ദേശം. സത്യം പറഞ്ഞാൽ നിന്നെ കൊല്ലണമെന്ന് എനിക്കുണ്ട്. ആ. പക്ഷെ അതെന്താ ചെയ്യാത്തെന്നറിയാമോ? അതും അറിയാം. എന്ത്? സഹോദരി വിധവയാവും. ഒരിക്കലും അല്ല. പിന്നെ? നിന്നെക്കാളും തീറ്റയാണ് നിന്റെ 2 പിള്ളേർ. അവന്മാർക്ക് ചെലവിന് കൊടുക്കണമെങ്കിൽ ഭേദം ഞാൻ അങ്ങ് കാരെടുത്ത് തൂങ്ങിച്ചാവണേ. അളി അങ്ങനെ ചെയ്ത് കളയില്ല, ചുമ്മാ ആവശ്യമില്ലാത്ത വേലാളി. ചെയ്യാം. അല്ല. ഡേയ്, ആ. ഇവിടുത്തെ ഒരു ചീഫ് റിപ്പോർട്ടർ ഉണ്ടായിരുന്നില്ല, അവൻ എന്ത് ചെയ്യും? ശ്ശോ, ഒന്നും പറയണ്ട. എന്തെങ്കിലും പറ, സമയം പോണ്. ആ ഞാൻ പറയാം. ആ സംഭവം വേറൊന്നുമില്ല. എന്റെ ഒരു കൂട്ടുകാരന്റെ കാര്യം പോട്ടെ. അയാള് വന്ന പാടെ അടിച്ച് സെറ്റായിരുന്നു. നിക്കണ ഒറ്റ വീഴ്ച. ഇന്നലത്തെ പത്രത്തിൽ കിടക്കണ് കണ്ടില്ലേ? ഇല്ല. അല്ല, ആ ഇന്ന് രാവിലെയാണ് സംഭവം കാണാം. ഇന്നലത്തെ പത്രത്തിൽ വരണത്. സംഭവം വേറൊന്നുമില്ല. വീണ വായിച്ചയിൽ ഇന്നലത്തെ പത്രത്തിന്റെ മട്ടേക്കാണ് ബോധമില്ലാതെ കിടക്കണം. അതെ അളിയ, ഒരു കാര്യം പറയാനുണ്ട്. നാളെ ഹർത്താല. എന്റെ ദൈവമേ, നിന്ന നീ ഇപ്പൊ ഹർത്താൽ എന്നൊക്കെ പറഞ്ഞ ഡേയ് ഞാൻ പെട്ടെന്ന് ന്യൂസ് കൊടുക്ക്. എന്തോന്ന്? നീ അല്ലേ പറഞ്ഞ ഹർത്താലെന്ന്? ഹർത്താലെന്നല്ല, ഒരു കോഴിയെ വാങ്ങിച്ചങ്ങ് ഹർത്താലാന്ന്. അത്ര ഇറച്ചിയൊക്കെ തന്നിട്ട് കുറെ നാളായി. എടാ, ഒരു മര്യാദ വേണം. ഒരു ലോജിക്കും ഇല്ലാതെ ഇപ്പൊ എന്നെ അടിച്ചതിന് എന്തിനാ? അവിടെ അടിച്ചില്ലെങ്കിൽ ഇവിടെയെങ്കിലും ഒരു അടി കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അളിയാ അളിയാ Comedy Masters, Comedy Masters, Comedy Masters.